ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് ആകർഷണ നിയമത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആകർഷിച്ചെടുക്കാൻ പറ്റുമോ? എന്താണ് ആകർഷണ നിയമം? നമ്മൾ ഈ വാക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് നമുക്കിത് ആകർഷിക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതായത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ആകർഷിക്കുന്നുണ്ട്. എന്തിനെ ആകർഷിക്കണേ? എപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ എന്താണോ അതിനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലേക്ക് സമാനമായ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ നമുക്ക് അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നു. നമ്മൾ സെലിബ്രേഷനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മളെപ്പോഴും സെലിബ്രേഷൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും സെലിബ്രേഷൻസ് ഇങ്ങനെ വരും. നമ്മുടെ ചിന്തകൾ എന്താണോ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതായത് അകം എന്താണോ അത് തന്നെയാണ് പുറവും. നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് മാറ്റിമറിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴും എന്താണ് പോസിറ്റീവായിട്ടിരിക്കുക. എവിടെയും കേട്ടിട്ടുണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം എന്നുള്ള കാര്യം. എങ്ങനെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും? അതിന് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ക്യാൻസൽ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, കുറേ കാര്യങ്ങളൊക്കെ. അതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ നമുക്കതെല്ലാം തരണം ചെയ്ത് നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുക, അതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി നമ്മൾ നേടുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചലഞ്ചസ് തന്നെ ആൾക്കാരോടൊക്കെ നമ്മൾ എപ്പോഴും നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇവർ നമ്മളെ ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. നമ്മളെ ഒന്ന് സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നും നേടില്ല, ആ സുഖത്തിൽ അങ്ങനെ ജീവിച്ചു. പക്ഷെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് വരുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? നമുക്ക് ജീവിച്ചേ പറ്റൂ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതൊക്കെ തരണം ചെയ്യാനായിട്ട് പഠിക്കും. അങ്ങനെ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചവർ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളിലേക്ക് പോകും. അവർ വിജയിക്കാനുള്ള വഴികൾ തേടും. അങ്ങനെ അവർ വിജയങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മളുടെ ചിന്തകളെ ഒന്ന് മാറ്റിമറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? ചിന്തകൾ വരുമ്പോൾ തന്നെ നമുക്ക് ചിന്തകളെ ഒന്ന് ശ്രദ്ധിക്കാം. എങ്ങനെ ചിന്തകളെ ശ്രദ്ധിക്കണത്? നമ്മൾ ചിന്തകൾ വരുമ്പോൾ തന്നെ അതിലേക്ക് ശ്രദ്ധിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ മനസ്സ് അത് പാടില്ല എന്നുള്ള ചിന്ത വരുകയും നമ്മൾ പോസിറ്റീവിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ നല്ലൊരു ലക്ഷ്യം കണ്ടെത്തിയെന്ന് വിചാരിക്കുക. ഈ ലക്ഷ്യം കണ്ടെത്തുമ്പോൾ എന്താണ്? ആ ലക്ഷ്യത്തിലേക്കായിരിക്കും നമ്മുടെ ചിന്ത. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കുമല്ലോ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സദാസമയവും ആ ലക്ഷ്യത്തിലേക്ക് ചിന്തിച്ചാൽ ബാക്കി എന്തൊക്കെ എവിടെയൊക്കെ കിടന്ന് പറഞ്ഞോട്ടെ, നമ്മളതൊന്നും ബാധിക്കില്ല. നമ്മുടെ മനസ്സിലെന്താ? എൻ്റെ ലക്ഷ്യം ഇതല്ല, എനിക്ക് അവരെന്ത് വേണമെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവിടെ എന്തെല്ലാം കിടന്ന് പറഞ്ഞാലും നമ്മളിതൊന്നും ബാധിക്കില്ല. നമ്മളെവിടെ എത്തും? നമ്മുടെ ലക്ഷ്യത്തിലെത്തും. ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ പണ്ട്? ഒരു ആട്ടിൻകുട്ടി ഇങ്ങനെ മുകളിലേക്ക് കയറി പോയപ്പോൾ എല്ലാവരും ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? പുറകോട്ട് പിന്തിരിപ്പിക്കാൻ നോക്കി. വീഴും, കൈയൊടിയും കാലൊടിയും താഴെ ഇറങ്ങുന്നു പറഞ്ഞു. പക്ഷേ ആട്ടിൻകുട്ടി എന്ത് ചെയ്തു? ആരുടെ വാക്കും കേട്ടില്ല, മുകളിലേക്ക് തന്നെ പോയി. എങ്ങനെ കയറിയത്? ആട്ടിൻകുട്ടി ശ്രദ്ധിക്കാനേ പോയില്ല. ഇവരെന്ത് പറഞ്ഞോട്ടെ, എനിക്ക് വിജയിക്കണമെന്ന് ഒറ്റ തീരുമാനം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് കയറിപ്പോയി. ഏറ്റവും ടോപ്പിക് എത്തിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാവരും കൈയടിച്ചു. നമ്മുടെ ഇന്നത്തെ ലോകത്ത് ഇത് തന്നെ സംഭവിക്കാം. നമ്മുടെ എന്തിനെങ്കിലും നമ്മൾ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാലോ, നമ്മൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാമെന്ന് വിചാരിച്ചാലോ, ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചാലോ എല്ലാവരും വേണ്ട എന്ന് പറയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആരോടും അഭിപ്രായം ചോദിക്കരുത്. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവന്ന് നല്ല നല്ല കാര്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. ആർക്കും വിട്ടുകൊടുക്കാതെ നമ്മളെ തന്നെ നമുക്ക് ഒരു വിശ്വാസം വേണം. ആ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉയരങ്ങളിലേക്ക് എത്തണം. ഈ ഉയരങ്ങളിലേക്ക് എത്തി നമ്മൾ ടോപ്പ് എത്തിക്കഴിയുമ്പോൾ കൈയടിക്കാൻ എല്ലാവരും ഉണ്ടാവും. അതുവരെ നമ്മളെ കളിയാക്കാനും പുച്ഛിക്കാനും എല്ലാം ഇഷ്ടം പോലെ ആൾക്കാർ വരും. നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത്. നമ്മളുടെ ചിന്തകളെ പോസിറ്റീവായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. പലരും നമ്മളെ പരിചയത്തായി ഇടാനുണ്ടാവും, നമ്മളെ കളിയാക്കാനുണ്ടാവും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, നമ്മൾ ചെയ്യുന്ന ഓരോന്നും
അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? നമ്മളെ താഴേക്ക് വലിച്ചടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടി സൂപ്പറാവുക. അപ്പോൾ നമ്മളെ തന്നെ ചെയ്യുക. നിനക്ക് എന്ത് ചെയ്യും? നമ്മളെ തന്നെ നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയും. നമ്മൾ ഉയരങ്ങളിലേക്ക് എത്തും, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി തളരാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ച് അതെല്ലാം നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നേടിയെടുക്കാനും സാധിക്കും. നിങ്ങൾക്ക് എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള ലോ ഓഫ് അട്രാക്ഷൻസ് ഒക്കെ നടന്നതെന്നൊന്ന് പറയുമോ? കമൻറ്റ് ബോക്സിൽ ഇടുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സബ്ജക്റ്റൊക്കെ ഇഷ്ടമാണോ? ഇതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നും പറയണേ. ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.